നമസ്കാരം. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ പല കാര്യങ്ങളും ഉണ്ടാകുന്നതാണ്. കണ്ണിന്റെ ആകൃതി, മുടിയുടെ നിറം, നീളം, കയ്യിലെ രേഖ മുതലായവ ഇത്തരത്തിൽ വരുന്ന മാറ്റങ്ങളാകുന്നു. ഇതിൽ കൈകാലുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ ഭാഗ്യ ദൗർഭാഗ്യങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഹസ്തരേഖാ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഇതിൽ ഒരു വ്യക്തിയുടെ തമ്പ് അഥവാ തള്ളവിരലുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വ്യക്തിയുടെ ഭാഗ്യ ദൗർഭാഗ്യങ്ങളെക്കുറിച്ച് പറയുവാൻ സാധിക്കും. ഇവ എന്തെല്ലാമാണ് എന്നും നിങ്ങളുടെ രഹസ്യങ്ങൾ എന്തെല്ലാമാണ് എന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളുടെ കൈവിരൽ ഏതാണോ ആ തമ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ തള്ളവിരൽ ഏതാണോ ആ ആകൃതിയിലുള്ള തള്ളവിരൽ തിരഞ്ഞെടുക്കുക. അതുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഇപ്പോൾ നിങ്ങളുടെ തള്ളവിരൽ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ആകൃതിയിലുള്ള തള്ളവിരൽ ഏതാണോ ആ വിരൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളവരാകുന്നു. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ അല്പം ഈഗോ നിങ്ങൾക്കുണ്ട്. അത് ചില കാര്യങ്ങളിൽ നിങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു. നിങ്ങൾ എവിടെയും വിജയിക്കുന്നവരാകുന്നു. അതിനുള്ള കെൽപ്പ് നിങ്ങൾക്കുണ്ട്. അതിനാൽ നിങ്ങൾ അല്പമൊന്ന് ശ്രമിക്കുകയാണ് എങ്കിൽ വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാം. അതേപോലെ തന്നെ ഡിസിപ്ലിൻ നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളിലും അത് വച്ച് പുലർത്തുന്നവരാണ് നിങ്ങൾ. കൃത്യമായി തന്നെ എല്ലാം ചെയ്യുവാൻ ശ്രമിക്കുന്നവർ എന്നതും നിങ്ങളുടെ പ്രത്യേകതയാകുന്നു. പേഴ്സണൽ ജീവിതത്തിൽ നിങ്ങൾ വിജയം കൈവരിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അർപ്പണബോധം വളരെയധികം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. അത് നിങ്ങളുടെ പ്രത്യേകത തന്നെയാകുന്നു. ജീവിതത്തിൽ ബഹുമാനവും അതേപോലെ തന്നെ പണം സമ്പാദിക്കുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങൾ. അത് നിങ്ങളുടെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാകുന്നു. പലപ്പോഴും സെൽഫിഷായി സ്വന്തം കാര്യം നോക്കുന്ന സ്വഭാവം നിങ്ങളിൽ ചില സമയം കാണുവാൻ സാധിക്കും. എല്ലായ്പ്പോഴും എന്ന് പറയുന്നില്ല. ചില സമയങ്ങളിൽ അത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാകുന്നു. സമയം പാഴാക്കാത്തവരാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് ഇവരുടെ ജീവിതം സ്വപ്നതുല്യമായാണ് കാണപ്പെടുക. അവർ പോലും അത്ഭുതപ്പെടുന്നതാണ്. വെറുതെ ഇരിക്കാത്തവർ എന്ന വിശേഷണം നിങ്ങൾക്കുണ്ട്. വെറുതെ ഇരിക്കുന്നവരെ ഇഷ്ടപ്പെടാത്തവർ കൂടിയാണ് നിങ്ങൾ. മറ്റുള്ളവരോട് പ്രവർത്തിക്കുവാൻ ആവശ്യപ്പെടുന്നവരും അവർക്ക് വേണ്ട സഹായങ്ങൾ പല അവസരങ്ങളിലും ചെയ്യുന്നവരും ഉപദേശം നൽകുന്നവരുമാണ് നിങ്ങൾ. എവിടെയും ഉന്നതിയിൽ എത്തുന്നവരാണ് നിങ്ങൾ എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഇപ്പോൾ നിങ്ങൾ വിഷമത്തിലാകാം. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഉന്നതിയിലെത്തില്ല എന്നല്ല, നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. അധികാര സ്ഥാനങ്ങളിൽ നിങ്ങൾക്കെത്തുവാൻ കെൽപ്പുള്ളവരാണ് നിങ്ങൾ. നല്ലൊരു അധികാരിയായി മാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് മറ്റുള്ളവർ തന്നെ പറയുന്നതുമാണ്. പൊതുവെ സന്തോഷകരമായ ജീവിതം അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. ആസ്വദിക്കുന്നവരാണ് നിങ്ങൾ എന്ന് നിസ്സംശയം പറയാം. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. പല തർക്കങ്ങൾ, വാഗ്വാദങ്ങൾ അതിന് സാധ്യത കൂടുതലാകുന്നു. അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എല്ലാ ബന്ധുക്കളുമായി ഒത്തൊരുമയോടെ പോകുന്നവരാണ് നിങ്ങൾ എന്ന് പറയാൻ സാധിക്കുന്നതല്ല. ചില ബന്ധുക്കളായി തർക്കങ്ങളുണ്ട്. അതിനാൽ ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. പ്രശ്നങ്ങൾ വഷളാകുവാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനോ സാധ്യത കൂടുതലാകുന്നു. പരമാവധി ഒഴിവാക്കുവാൻ ശ്രമിക്കുക. കൂടാതെ രഹസ്യങ്ങൾ വളരെയധികം ഉണ്ട് നിങ്ങൾക്കുള്ളിൽ. അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരും അത്തരത്തിൽ തുടർന്ന് പോരുന്നവരുമാണ് നിങ്ങൾ. അത് നിങ്ങളുടെ മാത്രം രഹസ്യങ്ങളാകണം എന്നില്ല. മറ്റുള്ളവരുടെ ചില രഹസ്യങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതും നിങ്ങൾ പുറത്ത് പറയാത്ത രഹസ്യങ്ങൾ തന്നെയാണ്. അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കാത്തവരാണ് നിങ്ങൾ. പൊതുവെ നല്ല മനസ്സിന് ഉടമകളാണ് എന്ന് തന്നെ പറയാം. ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കുണ്ട്. തീർച്ചയായും ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കുന്നവരാണ് നിങ്ങൾ. ആ കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക. വിജയം നിങ്ങൾക്കൊപ്പം നിൽക്കും. രണ്ടാമത്തെ വിരലായ അല്പം വളവ് ഉള്ള വിരലാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ വിരൽ ഇപ്രകാരമാണ് എങ്കിൽ
തീർച്ചയായും ജീവിതത്തിൽ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പറയാം. അതിൽ ആദ്യത്തേതായി പറയുന്നത്, ജീവിതം എപ്പോഴും സന്തോഷപൂർവ്വം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി വളരെയധികം പ്രയത്നിക്കുന്നവരുമാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അതിന് സാധിക്കുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ നിങ്ങളുടെ ആഗ്രഹം അങ്ങനെ തന്നെയാകുന്നു. എവിടെയും സന്തോഷം കണ്ടെത്തുന്നവരാണ് നിങ്ങൾ. നല്ല കുടുംബജീവിതം, കർമ്മരംഗത്ത് വിജയം എന്നിവ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാകുന്നു. കൂടുതലും ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങൾ. അതായത് കൂടുതലും ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ. മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുവാൻ പൊതുവെ അത്ര താല്പര്യം നിങ്ങൾക്കില്ല എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു. വളരെ ആക്റ്റീവായ വ്യക്തികളാണ് എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ആത്മാർത്ഥതയും നിങ്ങളുടെ മുഖമുദ്ര തന്നെയാണ്. അധികം പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാത്തവരാണ് എന്നതും നിങ്ങളുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം. ജോലിയിൽ പ്രശ്നങ്ങൾ നിത്യേനെ നേരിടുവാൻ സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ വിവാഹശേഷം നിങ്ങളുടെ ജീവിതം അല്പം ഉയരുന്നതായി തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് സമാധാനം കൈവരിക, അല്ലെങ്കിൽ വളരെ സന്തോഷകരമായ നിരവധിയാർന്ന നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക, ആഗ്രഹിച്ച പല കാര്യങ്ങൾ സ്വന്തമാക്കുക. ഇത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിവാഹശേഷം നിങ്ങളുടെ ജീവിതം സന്തോഷകരമായി മാറാം. നല്ല പങ്കാളിയെ തന്നെ ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഭാഗ്യം തെളിയുന്ന വ്യക്തികളാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. മറ്റുള്ളവരെ സഹായിക്കുവാൻ എന്നും മനസ്സിൽ ഒരാഗ്രഹം നിങ്ങൾക്കുണ്ട്. അത്തരത്തിൽ സഹായിക്കുന്നവരാണ് നിങ്ങൾ. കാരണം നിങ്ങൾ സ്വാർത്ഥത ഇല്ലാത്തവരാകുന്നു. നല്ല മനസ്സിന് ഉടമകളാണ് എന്ന് തീർത്ത് പറയാം. സ്വയം ഇല്ല എങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് നിങ്ങൾ. അതായത് സ്വയം പണമില്ല എങ്കിൽ പോലും മറ്റുള്ളവരെ സഹായിക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാകുന്നു. അവരെ സഹായിക്കുവാൻ നിങ്ങൾക്ക് ആവശ്യത്തിന് പണം ഉണ്ടാകണം എന്നില്ല. പക്ഷേ നിങ്ങളുടെ വാക്കുകളാൽ അവരെ നിങ്ങൾ വളരെയധികം സഹായിക്കുന്നതാകുന്നു. അവരുടെ ആ ദുഃഖം മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിലാണ് എങ്കിൽ പോലും അവരെ സഹായിക്കുന്നു എന്ന് പറയാം. കൂടാതെ മാതാപിതാക്കളെ വളരെയധികം സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ഏത് കാര്യവും ചെയ്യുവാൻ മുൻപന്തിയിൽ നിൽക്കുന്നവരുമാണ് നിങ്ങൾ. മാതാപിതാക്കളെ വളരെയധികം ബഹുമാനിക്കുന്നവർ എന്ന പ്രത്യേകതയും നിങ്ങൾക്കുണ്ട്. നല്ല ബന്ധങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നവരാണ് നിങ്ങൾ. അത് നിങ്ങളുടെ ഭാഗ്യമായി തന്നെ പറയാം. പണത്തിന് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അത്രമേൽ ബുദ്ധിമുട്ട് അനുഭവിക്കണം എന്നില്ല. ആവശ്യമായ നേരത്ത് പലപ്പോഴും നിങ്ങൾക്ക് പണം ലഭിക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അത്രമേൽ പണം ലഭിച്ചില്ല എങ്കിൽ പോലും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. ഈശ്വരാധീനം ഉള്ളവരാണ് നിങ്ങൾ എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. ജീവിതത്തിൽ അവസാന കാലഘട്ടങ്ങളിൽ കൂടുതൽ സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് നിങ്ങളുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം. ഈ സമയം വളരെയധികം സന്തോഷം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. വളരെയധികം സമാധാനം, അതേപോലെ തന്നെ ഭാഗ്യം തുണയ്ക്കുക, പല കാര്യങ്ങളും നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണുവാനുള്ള അവസരം, അത് നിങ്ങൾക്ക് സന്തോഷം പകരുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അതിനാൽ രണ്ടാമത്തെ വിരൽ അഥവാ അല്പം വളഞ്ഞ വിരൽ തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാകുന്നു. മൂന്നാമത്തെ വിരലായ നല്ലതുപോലെ വളവുള്ള വിരലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന അല്ലെങ്കിൽ ഉള്ളവരാണ് നിങ്ങൾ. ഏത് പരിതസ്ഥിതിയിലും ആത്മവിശ്വാസം കുറയുന്നതല്ല, വർദ്ധിക്കുക തന്നെ ചെയ്യും. മറ്റുള്ളവർ തകരുന്ന സമയങ്ങളിൽ ഇവർ ഒരിക്കലും തകരുന്നതല്ല. ആത്മവിശ്വാസം അത്രമേൽ ഇവർക്കുണ്ട്. കൂടാതെ ഭാഗ്യവും പല സമയങ്ങളിലും ഇവർക്ക് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തും. അതായത് ഇവർക്ക് അവസാന നിമിഷം രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഏത് സാഹചര്യത്തിലും പെട്ടെന്ന് വിജയങ്ങൾ ഇവർക്ക് കരസ്ഥമാക്കുവാൻ കെൽപ്പുള്ളവരാകുന്നു. പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതം രക്ഷപ്പെടുന്നവരാണ് നിങ്ങൾ. അതിവരുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം. പെട്ടെന്ന് പരിതസ്ഥിതിയെക്കുറിച്ച് തിരിച്ചറിയുന്നവരും അതിനനുസരിച്ച് പ്രവർത്തിച്ച് വിജയങ്ങൾ കരസ്ഥമാക്കുന്നവരുമാണ് ഇവർ.
ലോജിക് നന്നായുള്ളവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ് നിങ്ങൾ. ബുദ്ധിശക്തി അപാരമാണ് എന്ന് പറയാം. ബുദ്ധിശക്തിയോടെ ഏത് കാര്യവും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ ഇവർക്ക് സാധിക്കും. പലപ്പോഴും സ്വയം തോറ്റ് മറ്റുള്ളവർക്ക് വിജയം നൽകുന്ന പ്രവണത ഇവർക്ക് അല്പം കൂടുതലാണ് എന്ന് പറയാം. ജീവിതത്തിൽ പലപ്പോഴും ഇതിനാൽ പരാജയങ്ങൾ ഇവർ നേരിടുന്നവരാകുന്നു. പണത്തേക്കാൾ കൂടുതൽ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവർ എന്ന പ്രത്യേകതയും ഇവർക്കുണ്ട്. കൂടാതെ ഏത് അവസരത്തിലും തനിക്ക് വന്ന അവസരങ്ങൾ നൽകുകയോ അത്രമേൽ സഹായം നൽകി മറ്റുള്ളവരെ സഹായിക്കുന്നവരുമാണ് ഇവർ. എന്നാൽ തിരിച്ചൊന്നും ചോദിക്കാതെയും പ്രതീക്ഷിക്കാതെയും സഹായം ചെയ്യുന്നവരാണ് ഇവർ. പലപ്പോഴും അത്തരം സഹായങ്ങൾ പലരെയും ഉയർത്തി വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ രക്ഷ നൽകിയിട്ടുണ്ട് എന്ന കാര്യവും സത്യം തന്നെയാകുന്നു. ഏവരിലും നന്മ മാത്രം കാണുന്നവരാണ് ഇവർ. പൊളിറ്റിക്സിൽ വലിയ നേട്ടങ്ങൾ ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. അതിനാൽ അത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നവരാകുന്നു. സമൂഹത്തിൽ ഉയർന്ന പദവിയിൽ എത്തുന്നവരാണ് ഇവർ എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു. ജീവിതത്തിൽ അത്രമേൽ ഉയരങ്ങളിൽ ഇവർക്ക് എത്തുവാൻ സാധിക്കും. ധർമ്മിഷ്ഠരാണ് ഇവർ. ആരെയും സഹായിക്കുവാൻ മനസ്സുള്ളവരാണ് ഇവർ. കാരണം നല്ല മനസ്സിന് ഇവർ ഉടമകളാകുന്നു. എവിടെയും മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് എന്നതും പ്രത്യേകത തന്നെയാകുന്നു. ഈ നല്ല മനസ്സിനാൽ ജീവിതത്തിൽ സൗഖ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അല്പം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരാം. അതിൻ്റെ അർത്ഥം ജീവിതം എപ്പോഴും അങ്ങനെയായിരിക്കും എന്നല്ല. നിങ്ങളുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും. ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഈശ്വര കടാക്ഷം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ.